പണ്ട് പണ്ട് വളരെ പണ്ട് എൽദോർ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്ത് അതിമനോഹരമായ ഒരു വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു. ആ രാജ്യം ഭരിച്ചിരുന്നത് നല്ലവനായ ഫിലിപ്പ് എന്ന രാജാവായിരുന്നു. രാജാവ് വളരെ നല്ലവനും ആളുകളെ സഹായിക്കുന്നവരുമായിരുന്നു. ആ രാജാവിന് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ പേരാണ് സോഫിയ. അവൾ വളരെയധികം സുന്ദരിയായിരുന്നു. അവളുടെ പുറത്തുള്ള സൗന്ദര്യം പോലെ തന്നെയായിരുന്നു അവളുടെ മനസ്സിലുള്ള സൗന്ദര്യവും. അവൾക്ക് മരങ്ങളെയും ചെടികളെയും പൂക്കളെയും വളരെയധികം ഇഷ്ടമായിരുന്നു. അവൾ തന്റെ പ്രജകളെ വളരെയധികം സഹായിച്ചിരുന്നു. അവളെ ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എല്ലാം വളരെ ഇഷ്ടമായിരുന്നു. നല്ല രാജാവ് ഭരിക്കുന്നത് കൊണ്ട് തന്നെ എൽദോറിലെ ജനങ്ങൾ എപ്പോഴും സന്തോഷത്തിലായിരുന്നു. അങ്ങനെ എൽദോർ എന്ന രാജ്യം സമാധാനപരമായി പോവുകയായിരുന്നു. എന്നാൽ ആ സന്തോഷം അധികം കാലം നീണ്ടു നിന്നില്ല. ഒരിക്കൽ രാജാവ് കൊട്ടാരത്തിലെ വരാന്തയിലൂടെ നടക്കുമ്പോൾ നല്ല തലവേദന വരുന്നത് പോലെ തോന്നി. രാജാവ് ആ വരാന്തയിൽ കുഴഞ്ഞു വീണു. രാജാവിന്റെ ബോധം പോയി. രാജാവിന്റെ പടയാളികളെല്ലാം അത് കണ്ട് ഓടിവന്നു. അങ്ങനെ രാജാവ് മയക്കത്തിലായി. എന്ത് ചെയ്തിട്ടും രാജാവിന്റെ ബോധം തിരിച്ചു വരുന്നില്ല. രാജകുമാരിയും ആ രാജ്യവും വളരെയധികം ദുഃഖിതരായി. അങ്ങനെ ലോകപ്രശസ്തനായ വൈദ്യനെ തന്നെ രാജാവിനെ ചികിത്സിക്കാൻ വേണ്ടി ക്ഷണിച്ചു. വൈദ്യൻ രാജാവിനെ കണ്ടു ശുശ്രൂഷിച്ചു. അപ്പോൾ വൈദ്യൻ പറഞ്ഞു, രാജാവ് മയക്കത്തിൽ നിന്ന് എണീക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, അത് വളരെയധികം കഠിനമേറിയതാണ്. രാജകുമാരി അപ്പോൾ പറഞ്ഞു, എന്ത് കഠിനമേറിയതായാലും കുഴപ്പമില്ല, എന്റെ അച്ഛനെ എനിക്ക് തിരികെ വേണം. അപ്പോൾ വൈദ്യൻ പറഞ്ഞു, രാജകുമാരി അങ്ങ് വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. പകല് പോലും ഇരുട്ട് പരക്കുന്ന അപകടകാരികളായ ഒരുപാട് മൃഗങ്ങളുള്ള ഡാർക്ക് ഫോറസ്റ്റ് കടക്കണം. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അത് നേടിയെടുക്കും. എന്റെ അച്ഛനെ എനിക്ക് തിരികെ വേണം എന്ന് രാജകുമാരി വൈദ്യനോട് പറഞ്ഞു. അങ്ങനെ വൈദ്യൻ രോഗത്തിനുള്ള പ്രതിവിധി രാജകുമാരിക്ക് പറഞ്ഞുകൊടുത്തു. കഠിനമായ ഡാർക്ക് ഫോറസ്റ്റിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഡാർക്ക് ഫോറസ്റ്റിന്റെ അവസാനം ഭംഗിയുള്ള ഒരു ഗേറ്റ് ഉണ്ടാവും. ആ ഗേറ്റ് തുറന്നാൽ വളരെ ഭംഗിയേറിയ ഒരു പൂന്തോട്ടം കാണാം. ആ പൂന്തോട്ടത്തിന്റെ നടുക്ക് ഒരു വലിയ നീലപ്പൂവ് ഉണ്ട്. ആ പൂവിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുക്കുക. ഒരിക്കലും ആ പൂവിനെ നശിപ്പിക്കരുത്. ആ പൂവിന്റെ കഷ്ണം ഇവിടെ എത്തിയാൽ രാജാവ് ഈ മയക്കത്തിൽ നിന്ന് ഉണരും. പക്ഷെ ആ പൂ പറിക്കുന്ന ആളുടെ മനസ്സ് വളരെ നന്ദിയുള്ളതായിരിക്കണം, എന്നാലേ ആ പൂവിന്റെ ഗുണം ഉണ്ടാവുകയുള്ളൂ. രാജകുമാരി അപ്പോൾ പറഞ്ഞു, ബുദ്ധിമുട്ടായാലും എന്റെ അച്ഛനു വേണ്ടി ഞാൻ ആ നീലപ്പൂവ് തേടി പോവുകയാണ്. അങ്ങനെ രാജകുമാരി ആ പൂവ് തേടി പുറപ്പെട്ടു. അതിഭയാനകമായ വനം കടന്നുപോണം ആ പൂവിന്റെ അടുത്തെത്താൻ. അങ്ങനെ രാജകുമാരി ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന കാട്ടിലൂടെ കുതിരപ്പുറത്ത് പൂവ് തേടി പോകുന്നു. കാട്ടിലേക്ക് പോകും തോറും കാട്ടിലെ ഇരുട്ട് കൂടി വരികയാണ്. രാജകുമാരിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ അവളുടെ അച്ഛനെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ല. അവൾക്ക് അത്രയ്ക്കും അച്ഛനെ ഇഷ്ടമായിരുന്നു. അവൾ രണ്ടും കൽപ്പിച്ച് കാട്ടിലൂടെ യാത്ര തുടർന്നു. അങ്ങനെ കുറെ ദൂരം കാട്ടിലൂടെ സഞ്ചരിച്ചതിനു ശേഷം ഒരു കവാടം രാജകുമാരി കണ്ടു. ആ കവാടം തനിയെ തുറന്നു. രാജകുമാരി കവാടത്തിലൂടെ ഉള്ളിലേക്ക് കടന്നുപോയി. ആ കവാടത്തിനുള്ളിലെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. അവിടെ വലിയൊരു പൂന്തോട്ടമായിരുന്നു. നല്ല വലിപ്പമുള്ള വലിയ പൂക്കളുള്ള ആരു കണ്ടാലും നോക്കി പോകുന്ന അത്രയും ഭംഗിയുള്ള ഒരു പൂന്തോട്ടമായിരുന്നു. രാജകുമാരി പൂന്തോട്ടത്തിലെ പാതയിലൂടെ പൂക്കളെല്ലാം തലോടി മുമ്പിലോട്ട് നീങ്ങി. രാജകുമാരി വളരെയധികം സന്തോഷിച്ചു. ആ പൂന്തോട്ടം നല്ല ഭംഗിയുള്ള പൂക്കളാൽ നിറഞ്ഞിരുന്നു. അവൾ അതെല്ലാം ആസ്വദിച്ച് മുമ്പിലേക്ക് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ പൂന്തോട്ടത്തിലെ നടുക്ക് എത്തിയപ്പോൾ മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വലിപ്പമുള്ള ഒരു നീലപ്പൂവിനെ രാജകുമാരി കണ്ടു. അത് മറ്റു ചെടികളിൽ നിന്ന് മാറി ആ പൂന്തോട്ടത്തിന്റെ നടുക്ക് തലയുയർത്തി നിൽക്കുകയാണ്. രാജകുമാരി ആ പൂവിനെ തലോടി. രാജകുമാരിക്ക് ആവശ്യമുള്ള ഒരു ചെറിയ കഷ്ണം ആ പൂവിൽ നിന്ന് എടുത്തു അവൾ തിരികെ പോന്നു. അങ്ങനെ രാജകുമാരി തിരിച്ചു കൊട്ടാരത്തിലെത്തി.
വൈദ്യൻ ആ പൂവിതൾ കൊണ്ട് മരുന്ന് ഉണ്ടാക്കി. ആ മരുന്ന് രാജാവിന്റെ ശരീരത്തിൽ വൈദ്യൻ ഒഴിച്ചു. അങ്ങനെ രാജാവ് ഉറക്കത്തിൽ നിന്ന് എണീറ്റു. എല്ലാവർക്കും നല്ല സന്തോഷമായി. പിന്നീട് ഒരുപാട് കാലം അവരെല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി അവിടെ ജീവിച്ചു.